പൊട്ടിയിട്ട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ചാലിയാറിലൂടെ അങ്ങനെ പോവുകയാണ്. ഇത് മുസ്ലിമിന്റെ മയ്യിത്താണ്, അതേ ഞാൻ എടുക്കുള്ളൂ. ഇത് ഹിന്ദുവിന്റെ മയ്യിത്താണ്, അത് ഞാൻ എടുക്കൂല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അത് പറയാൻ കഴിയോ? എല്ലാരും ഇറങ്ങി, എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ ജാതികളും, എല്ലാ മതങ്ങളും, വിശ്വാസികളും, സംഘടനകളും, പ്രസ്ഥാനങ്ങളും, പൈസ ഉള്ളവനും ഇല്ലാത്തവരൊക്കെ അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വലിയ ഒരു വേദനാജനകമായ ദൃശ്യമുണ്ട്. അതെന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുൻ എന്ന നമ്മുടെ കൂട്ടുകാരൻ. നമ്മൾ ആരും അദ്ദേഹത്തെ കണ്ടവരോ കേട്ടവരോ അല്ല. പക്ഷെ ഈ 10-71 ദിവസം കൊണ്ട് അയാൾ നമ്മളുടെ വീട്ടിലത്തെ ഒരാളായി അല്ലേ. നമ്മളുടെയൊക്കെ ഇണയ വീട്ടുകാരി അങ്ങനെ നോക്കുമ്പോ അവര് വരെ ഈ വാർത്ത ഇങ്ങനെ കണ്ടിട്ട് ചിലപ്പോ അവർക്ക് വാർത്ത കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമ്മളോട് അപ്ഡേഷൻ ചോദിക്കും, എന്തായി, കണ്ടോ, കിട്ടിയോ? അവരത് കാണുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും, നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ആവുമ്പോ എല്ലാ വീടുകളിലും ഇങ്ങനെയാണല്ലോ. എല്ലാവരുടെ വീടുകളിലും അർജുൻ എല്ലാവരുടെയും സഹോദരനായി. പക്ഷെ ആ അർജുൻ എന്ന സഹോദരന്റെ ആ ഒരു വലിയ വേദന നമുക്കിടയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ സംഭവം നൽകിയൊരു സന്ദേശമുണ്ട്. അതെന്താണ്? അർജുൻ ഓടിച്ചിരുന്ന ആ വാഹനത്തിന്റെ ഉടമയുണ്ട്, മനാഫ് എന്ന് പറഞ്ഞ അയാളെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കണ്ടിട്ടില്ല. പക്ഷെ വീഡിയോയിൽ നമ്മൾ അയാളുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടു. അവന്റെ മതത്തിലുള്ള ആളല്ല. അങ്ങനെ ഒന്നും നമുക്കിടയിൽ ആരും കൊണ്ടു നടത്തുന്നില്ല. അതിന്റെ ആവശ്യമില്ല. നമ്മളെല്ലാവരും പരസ്പരം ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും പരസ്പരം താങ്ങാകുന്നവരും പരസ്പരം ഇഷ്ടപ്പെടുന്നവരും ഒരുമിച്ച് നിൽക്കുന്നവരുമാണ്. ഈ സദസ്സ് അതിന്റെ വലിയ ഒരു തെളിവും അതിന്റെ ഒരു പ്രചാരണവുമാണ്. അതുകൊണ്ടാണ് ജയൻ എന്ന് പറഞ്ഞ സഹോദരൻ അദ്ദേഹത്തിന്റെ രോഗം മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവേ, ജയന്റെ രോഗം നീ എത്രയും വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കണേ തമ്പുരാൻ. അപ്പൊ ജയന്റെ ഒരു വിശ്വാസമാണ് ഈ സദസ്സിൽ ആളുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദ്വാരന്നിട്ടുണ്ടെങ്കിൽ അവരുടെ രോഗം സുഖമാവുന്നുള്ളത്. അതാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. എന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കളൊക്കെ പല കാര്യങ്ങളുണ്ട്. നേരത്തെ ഇവിടെ ഉസ്താദ് സലീം ഫൈസി എന്നോട് പറഞ്ഞു, അവരുടെ സംഘാടകരിൽപ്പെട്ട ഒരാള് സുഖമില്ലാതെ ബുദ്ധിമുട്ടിലാണ്. എല്ലാവർക്കും വേണ്ടിയും ഒരു ചെറിയ ദുആ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളും മറ്റുണ്ട്. സാധാരണ ഞാൻ വാഴത്തിന് വരുമ്പോ സംഘാടകരൊക്കെ നമ്മളോട് നേരത്തെ പറയുന്ന സംഗതിയാണ്, എന്ത്, ഞങ്ങൾക്ക് ഇത്ര കാശ് വേണം, ഇത്ര സംഖ്യ വേണം എന്നുള്ള വാക്ക്. ഇതൊന്നും പേര് പറഞ്ഞില്ല. കാരണം അവരുടെയൊക്കെ കീശയിൽ നിറച്ച് കാശ് നാട്ടുകാർ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വാട്സാപ്പ് കൂട്ടായ്മയൊക്കെ ആവുമ്പോൾ അപ്പൊ അതിനുള്ളൊരു പരിപാടി നമുക്ക് വേറെ വെക്കാന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളൊക്കെ ഇനി അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇത് അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അവരോട് പേഴ്സണലായി ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങളെ കാര്യമായിട്ട് സഹായിക്കണം, എല്ലാവരും സഹായിക്കണം എന്നും കൂടെ പറഞ്ഞ് ഒരു ചെറിയ ദുആ ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. നമ്മൾ ഉദ്ദേശിച്ച സമയമായി.